ഇന്ന് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് പോയേക്കാണ് കേട്ടോ. അടുക്കളത്തോട്ടം നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ എൻ്റെ മക്കളും കൂടെ ഉണ്ടാവും. ഞാൻ പോകുന്ന സമയത്ത് ഞാൻ അവരെയും എല്ലാം എന്താ പറയുക പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. ഓരോന്ന് അവരെയും കൊണ്ട് ചെയ്യിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം മുതലേ ഇതിനോടൊരു ഇഷ്ടം തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേ നന്നായിട്ട് തന്നെ നമുക്ക് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ പക്ഷേ ആ പച്ചമുളക് പറിക്കാറില്ല. വേറെ ഒന്നുമല്ല, നമുക്ക് താഴെ ഒരു വെള്ളക്കാന്താരി ഉണ്ട്, അതിൽ അത്യാവശ്യം നല്ലോണം ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം വരുമ്പോൾ ഞാൻ അതിൽ നിന്നാണ് പറിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചമുളക് പറിക്കാതെ പഴുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം പഴുപ്പിച്ച് പറിച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ പച്ചമുളക് പറിക്കാനായിട്ട് അവിടെ മത്സരമാണ് ചേട്ടനും കൂടെ. അങ്ങനെ പഴുത്തത് മാത്രം ഇതേ തണ്ടൊക്കെ പോവാണ്ട് പറിച്ചെടുക്കാനായിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെയും കൊണ്ട് ചെയ്യിക്കാണ് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെയും പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിലോട്ട് ഒരുപാട് സമയമില്ല കേട്ടോ നിൽക്കാനായിട്ടൊന്നും. കാരണം പിള്ളേർ അവരുടെ കാര്യങ്ങൾ, അവരുടെ പഠിത്തം, എന്താ പറയുക, ബാക്കിയുള്ള ജോലികളെല്ലാം കഴിയുമ്പോൾ എനിക്ക് അധിക സമയം ഇതിൽ ചിലവഴിക്കാൻ കിട്ടുന്നില്ല. വളരെ കുറച്ച് സമയമാണ് നമുക്ക് ഇതിലോട്ട് കിട്ടുന്നുള്ളൂ കേട്ടോ. അതും ജോലി ഇല്ലാത്ത സമയത്താണ് നമുക്ക് ഇതിലേക്ക് അധികം സമയം ചിലവഴിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കുഞ്ഞോളാണെങ്കിൽ ഒന്നിനും സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് സമയം ഉണ്ടാക്കി ഞാൻ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ നമ്മൾ നടുന്നതിലും ഒക്കെ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിനെ ബാധിക്കുന്ന കീടങ്ങൾ കണ്ടുപിടിക്കലാണ് കേട്ടോ. നമ്മൾ ഡെയിലി ഇതിനെയൊക്കെ വന്ന് പരിചരിച്ച് നോക്കി കണ്ടുപിടിച്ചില്ലെങ്കിലുണ്ടല്ലോ ആ ഒരു ചെടി നശിപ്പിച്ച് കളയും അവർ. തുടക്കത്തിലേ നമുക്ക് ആ കീടങ്ങളെയൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ നശിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ആ സമയത്ത് ആ ചെടി മുഴുവനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചെടി നശിപ്പിച്ചിട്ടാണ് അവർ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്കായിട്ട് തോന്നുന്നത്. കാരണം ഡെയിലി നമുക്കിത് നോക്കാനായിട്ടുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്.